Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 അക്കൗണ്ടൻസിയിൽ 3 മാർക്ക് നിങ്ങൾക്ക് വെറും 4 മിനിറ്റിൽ കിട്ടിയാലോ എന്ന് നമുക്ക് ഏതാണ് ക്വസ്റ്റ്യൻ എന്നറിയണ്ടേ. എക്സാംസിനൊക്കെ 100% ഷുവറും എല്ലാ ഇയർ റിപ്പീറ്റഡായിട്ട് ചോദിച്ച് കണ്ടുവരുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന 3 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ക്ലാസ്സസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേ ബാച്ചിൻ്റെ ക്ലാസ്സസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും സേ ബാച്ചിൽ ചേരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്, അതായത് ഇവിടെ 2 ആൾക്കാരുണ്ട്, എയും ബിയും. ഇവർ രണ്ടുപേരും പാർട്ട്ണർ ആണെന്നാണ് പറയുന്നത്. ദെയർ ക്യാപിറ്റൽ ഓൺ 1/1/2014 എ ₹20,000, ബി ₹12,000. അതായത് എൻ്റെയും ബിൻ്റെയും 1/1/2014 പ്രകാരം ക്യാപിറ്റൽ എന്ന് പറയുന്നത് എൻ്റെ 20,000 രൂപയും ബിൻ്റെ 12,000 രൂപയുമാണ്. Then calculate interest on capital at 5% for the year ending 31st December. അപ്പോൾ ഇവരുടെ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ഇൻട്രസ്റ്റ് ആണ്? ക്യാപിറ്റൽ ഓൺ ഇൻട്രസ്റ്റ്. അത് നമുക്ക് റേറ്റ് തന്നിട്ടുണ്ട് 5% എന്നുള്ളത്. സോ 2 ഡേറ്റ് ഇവിടെ അവൈലബിൾ ആണ്, 1/1/2014 അതുപോലെ തന്നെ 31st 12/2014. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഈ ജനുവരി തൊട്ട് ഡിസംബർ എന്ന് പറയുമ്പോൾ ടോട്ടൽ മന്ത് എന്ന് പറയുന്നത് 12 മാസമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു പീരീഡ് ഡിവൈഡഡ് ബൈ 12 ആണ്. എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അത് ഡയറക്റ്റായി എടുത്ത് എഴുതാനായിട്ട് സാധിക്കും. ഇനി റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 5, 6, 7 എത്രയാണോ നമുക്ക് റേറ്റ് അതേ ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. ദെൻ പീരീഡ് എത്ര മാസങ്ങളാണോ വരുന്നത് എന്ന് നമ്മൾ നോക്കണം. ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് ജനുവരി തൊട്ട് ഡിസംബർ വരെയാണ്. സോ അതിനകത്ത് ടോട്ടൽ മന്ത് എന്ന് പറയുന്നത് 12 ആണ്. സോ 12 ഡിവൈഡഡ് ബൈ 12, ഈ 12 എന്ന് പറയുന്നത് ടോട്ടൽ മന്ത് ആണ്. ഒരു ഇയറിൽ വരുന്ന ടോട്ടൽ മന്തിൻ്റെ കണക്കായിരിക്കും നമ്മൾ താഴെ എഴുതുന്ന 12 എന്ന് പറയുന്നത്. സോ ഇതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ 2 ആൾക്കാരുണ്ട് അല്ലേ, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എൻ്റെ കണ്ടുപിടിക്കാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ബീൻ്റെ എത്രയാണ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഒരു എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ, എൻ്റെ 20,000 ആണ്. സോ എമൗണ്ടിൻ്റെ അവിടെ എക്ക് എത്ര കൊടുക്കാം? 20,000 ഇൻറ്റു പെർസെൻറ്റേജ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ദെൻ 12/12 ആണ്. അതായത് ജനുവരി തൊട്ടിട്ട് ഡിസംബർ വരെ എന്ന് പറയുന്നുണ്ട്. സോ 12/12 എന്ന് ഇടാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 20,000 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 12 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1000 ആണ്. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. ബീൻ്റെ എമൗണ്ട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12,000 ആണ് എന്നുള്ളത് കേട്ടോ. സോ ആ 12,000 ഇൻറ്റു 5 എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് ആണ്. സോ 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു മന്ത് ടോട്ടൽ 12 ആണ്. സോ 12 ഡിവൈഡഡ് ബൈ 12 ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത് നോക്കാം. 12,000 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത് ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 600 ആണ്. സോ വളരെ ഈസി ആയിട്ട് 3 മാർക്ക് മേടിക്കാൻ പറ്റിയ പ്രോബ്ലമാണ്. ഫോർമുല മാത്രം ഓർത്ത് വെക്കണം, എമൗണ്ട് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു പീരീഡ് ഡിവൈഡഡ് ബൈ 12 ആണ്. സോ ഇനിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ എക്സാമ്പിൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കൃത്യമായി എത്താനായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.